സ്വാഗതം. ഞാൻ എലിസബത്ത് ജോമി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു DIY പ്രൊഡക്റ്റ് ആണ്. അതായത് കയറും കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസും കൊണ്ട് ഒരു അടിപൊളി സൂപ്പർ യൂസ്ഫുൾ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയേക്കാവേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് നമ്മുടെ കയറ് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ കയറുകൾ ചകിരിയുടെ കയറില്ലേ, ആ കയറുകളെല്ലാം ഇങ്ങനെ ചുരുട്ടി എടുക്കുവാണേ. ഇങ്ങനെ ഉണ്ട പോലെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് എളുപ്പമാണ് ചുറ്റാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ ഉണ്ടയാക്കി വെക്കണതേ. നീ ആ കുട്ടി പോയിട്ടേ ആകപ്പാടെ പ്രശ്നമാണ്. കയർ തട്ടിപ്പോൾ വീണാനെ ഞാൻ കുട്ടി. നമ്മളിതേ കുറച്ച് കയറൊക്കെ ചുരുട്ടി എടുത്തിട്ടുണ്ടേ. ഇനി ബാക്കിയുള്ള നമുക്ക് വഴിയെ ചുരുട്ടാം. ഇപ്പം നമ്മളൊരു 9 പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് ഉപയോഗിക്കാറില്ലാത്ത ബക്കറ്റാണ്. അതിൻ്റെ ഹാൻഡിൽ അങ്ങ് കളയാൻ പോവാണ് കേട്ടോ. വിട്ട് ഓക്കെ. വെറുതെ ഒന്ന് തൊടുമ്പോൾ തന്നെ ഇത് പൊട്ടിപ്പോറുന്നുണ്ട് കേട്ടോ. ശരിക്കും പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഓപ്പണായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബേസ് അങ്ങ് കട്ട് ചെയ്ത് കളയാൻ പോവാണേ. നമ്മളിപ്പോൾ ഹോൾ ഇതേ കാണാവുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ അടുപ്പിച്ച് ഇതിങ്ങനെ വലിച്ച് ചുറ്റണം കേട്ടോ. ഈ ചുറ്റുമ്പോഴുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഇങ്ങനെ റോളാക്കി വെച്ചത്. ഉണ്ട പോലെ ആക്കി വെച്ചില്ലേ നമ്മുടെ കയറ്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇതേ നമുക്കിങ്ങനെ ചുറ്റി എടുത്താൽ മതി. ഇതിങ്ങനെ നമ്മൾ മാക്സിമം ടൈറ്റായിട്ട് തന്നെ ഇങ്ങനെ ടൈറ്റായിട്ട് തന്നെ ചുറ്റണം കേട്ടോ. ഇങ്ങനെ ഇനി ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഇതേപോലെ ചുറ്റിയെടുക്കണം. എല്ലാ ബക്കറ്റും 9 ബക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 9 ബക്കറ്റും നമ്മളിങ്ങനെ ചുറ്റിയെടുക്കണം കേട്ടോ. ഇതേ നമ്മളിപ്പോൾ ഇങ്ങനെ ചുറ്റാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കയറി ഇങ്ങനെ റോളാക്കി വെക്കുന്ന അത്രയും സമയം, അതായത് 1 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. ഇത് ഈ 9 ബക്കറ്റ് ഇങ്ങനെ ചുറ്റി വരുമ്പോഴേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന്. ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് നമ്മളിപ്പോൾ ഷൂറാക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഷൂറാക്കാണേ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മളിപ്പോൾ എല്ലാ വീടുകളിലും ഒക്കെ 2ഉം 3ഉം ചെരുപ്പൊക്കെ വീതമുണ്ട്. പക്ഷേ നമ്മൾ ആരും തന്നെ ഈ ഷൂറാക്ക് വേണമെന്ന് ചിന്തിച്ച് അങ്ങനെ ചില വീടുകളിൽ, ജസ്റ്റ് എല്ലാ വീടുകളിലെയും കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം എൻ്റെ വീട്ടിലില്ലായിരുന്നു കേട്ടോ ഷൂറാക്ക്. എനിക്ക് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടം ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഈ ചെരുപ്പുകളെല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കുമ്പോൾ ഭയങ്കര വൃത്തികേടാണ്. ഈ സിറ്റ് ഔട്ടിലും അങ്ങനെ സ്റ്റെപ്പയിലൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കണ കാണാൻ ഭയങ്കര വൃത്തികേടായിരുന്നേ. അതുകൊണ്ട് തന്നെ അത് വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് ഉണ്ടാക്കിയേക്കാന്ന് ഓർത്തേ. അപ്പം ഈ ഷൂറാക്ക് പിന്നെ വേണ്ട ഒരു അത്യാവശ്യം എന്ന് പറയുവാണെങ്കിൽ ഇല്ലേ, ഇപ്പം നമ്മളുടെ വീടുകളിലൊക്കെ അകത്ത് ഈ ചെരുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും ഇട്ടിട്ട് പോകുന്ന ഒരു സാധനമാണല്ലോ ചെരുപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല്ലേ ചെരുപ്പ് നമ്മൾ വീടിനകത്തേക്ക് നമ്മുടെ റൂമുകളിലേക്കൊക്കെ ഇടുന്നത് കൊള്ളൂല എന്നാണ് പറയണത്. കാരണം നെഗറ്റീവ് എനർജി കൊണ്ടുവരും. എല്ലായിടത്തും പോകുന്ന ഒരു സാധനമല്ലേ ഈ ചെരുപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജി വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടും കൂടിയൊക്കെയാണ് നമ്മൾ ഷൂറാക്ക് ഉണ്ടാക്കാമെന്ന് ഓർത്തതേ. പിന്നെ ഞാൻ നോക്കിയിട്ട് ഷൂറാക്കെന്ന് പറയുമ്പോൾ കടകളിൽ കിട്ടുന്നത് മറ്റേ പൈപ്പിൻ്റെ ഷൂറാക്കല്ല. അപ്പോൾ അതിങ്ങനെ ട്രാക്ക് പോലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ആൾക്കാരില്ലേ ഒരുമാതിരി ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടേക്കണം ഇങ്ങനെ അതിൻ്റെ പുറമേക്ക് ഇങ്ങനെ ഓരോ ഐറ്റംസൊക്കെ വെച്ച് നിറച്ച് വൃത്തികേടായി പോകും. അപ്പം അങ്ങനെ ആക്കാനൊരു അവസരം ഇല്ല കേട്ടോ ഇങ്ങനത്തെ ഒരു ഷൂറാക്കാണെങ്കിലേ. അങ്ങനെ ഒരു പ്രയോജനം കൂടിയുണ്ട്. പിന്നെ ഇതിരി കലാപരമായിട്ടുള്ളൊരു ഷൂറാക്കാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരു ആർട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്തൊരു കല വരുന്നുണ്ട്. അവിടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഏതായാലും നമുക്ക് ബാക്കി വിശേഷം ഞാൻ പിന്നീട് പറയാം. ഇത് ഞാൻ എല്ലാം ചുറ്റിയെടുക്കട്ടെ കേട്ടോ. ഇനി കുറേ നേരത്തെ പരിപാടിയാണ്, അത് ചുറ്റി തീർക്കട്ടെ. ഇതേ അപ്പം നമ്മുടെ 9 ബക്കറ്റുകളും നമ്മളിതേ ഇങ്ങനെ കയറൊക്കെ ചുറ്റിയെടുത്തിരിക്കുവാണേ. പിന്നെ കൂടാതെ ഒരു വലിയ റമ്മിൻ്റെ മൂടിയാണിത്. അപ്പോൾ അതും നമ്മളിങ്ങനെ ചെറുതായിട്ട് കയറ് ചുറ്റിയെടുത്തിരിക്കുവാണ്. പൊട്ടിയതായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് 1 മണിക്കൂർ കൊണ്ട് തീരുമെന്ന. 1 മണിക്കൂർ കൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഇത് ചെയ്തു വന്നപ്പോഴേക്കും ഒരു 4 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് നിർത്താതെ ചുറ്റിയിട്ട് 4 മണിക്കൂർ എടുത്തിട്ടാണ് സംഭവം നമ്മൾ കംപ്ലീറ്റ് ആക്കിയേക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിനകത്തേക്ക് വാർണിഷ് അടിക്കാൻ പോവുകയാണേ. ഇത് 2 എണ്ണം അടുപ്പിച്ച് വെച്ചിട്ട് മാവട്ടം കൂടിയ ഭാഗം വണ്ണമുള്ള ഭാഗം ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഹോളിട്ട് ഇങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ നെട്ടും ബോൾട്ടും ഇട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണേ. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് 1.5 ഇഞ്ചിൻ്റെ വണ്ണം കുറഞ്ഞ നെട്ടും ബോൾട്ടുമാണ് കേട്ടോ. അപ്പം ഞാൻ കുഴിച്ച സ്ഥലം പറഞ്ഞാലും ആ കിട്ടിപ്പോയി. നമ്മളിനി
വെക്കാൻ പോകുന്നത്. അപ്പൊ വെക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ വാവട്ടം അഡ്ജസ്റ്റ് ചെയ്ത് ഇടകലർത്തി വേണം കേട്ടോ വെക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ലെവലാവില്ലല്ലോ. അപ്പൊ ലെവലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം. നമ്മൾ ഇത് ഹോൾ ഇടാൻ പോവാണ്. ഇത് ഇവിടെ വെച്ചായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മള് 2 എണ്ണം വീതമുള്ള 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ 3 എണ്ണത്തിന്റെ ഒരെണ്ണവും ഇത്രയാണ് കേട്ടോ. ഇപ്പൊ നമ്മള് കണക്ട് ചെയ്ത് എടുത്തിരിക്കുവാണേ. ഇനി ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ താഴെ ഭാഗത്ത് നമ്മൾ ബേസ് ഭാഗത്തുള്ള ആ ഒരു പീസ് മുറിച്ച് മാറ്റിയത് കൊണ്ട് തന്നെ ഇങ്ങനെ ഇത്തിരി ബലക്കുറവ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബക്കറ്റിന്റെ ഹാൻഡിലില്ലേ, ആ ഹാൻഡിൽ നമ്മളിങ്ങനെ എത്തി പിടിച്ചിട്ട് ഇങ്ങനെ അകത്തേക്കൊന്ന് നല്ലപോലെ തള്ളി വെക്കാൻ പോവാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരെണ്ണം വെക്കണം, പിന്നെ ഇങ്ങനെ 2 എണ്ണം, പിന്നെ അടുത്തത് 3 എണ്ണം ആയിട്ടുള്ളത്, പിന്നെ ഒരു 2 എണ്ണം, പിന്നെ ഒരെണ്ണവും കൂടി ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നമ്മള് അടുക്കളയിൽ നിന്ന് പഴുപ്പിച്ചിട്ട് കമ്പി പഴുപ്പിച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ ഹോൾ ഇട്ടോണ്ടിരിക്കണത്. ഇപ്പൊ ശരിക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റാത്തതാണ്. ഇപ്പൊ ഇന്ന് ഫുള്ള് ഇതിന്റെ തിരക്കിലായിപ്പോയി. അതുകൊണ്ട് തന്നെ അടുക്കളയൊക്കെ ഭയങ്കര കിടപ്പാണ്. അതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോയിൽ കാണിക്കാത്തത്, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. നമ്മുടെ ഷൂ റാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇനി നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കുവാണെങ്കിൽ PVC പൈപ്പ് കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. നമ്മള് ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. ഇത് 2 കാരണം കൊണ്ടാണ് നമ്മൾ ഇത് തന്നെ ഇങ്ങനെ ഈ ബക്കറ്റ് കൊണ്ട് ഉണ്ടാക്കി നോക്കിയത്. അതിൻ്റെതായ ഒരു പോരായ്മ ഇതിനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിട്ടില്ല. പിന്നെ കൂടാതെ ഇങ്ങനെ സ്ലോപ്പ് വന്നേക്കണം കേട്ടോ. ഇത് PVC പൈപ്പ് പറഞ്ഞാൽ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിന്നാനേട്ടാ. അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. എന്നാലും സംഭവം കൊള്ളാം. പിന്നെ ഈ നമ്മുടെ ഹാൻഡിൽ വെച്ചിട്ടില്ല, ഈ ബക്കറ്റിന്റെ ഹാൻഡിൽ വെച്ചേക്കണത് ഈ കയർ വെച്ചിട്ടുണ്ടതിന് മുൻപ് വെക്കണമായിരുന്നു. അപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് ഇത് അറിയില്ലായിരുന്നു. ഇപ്പൊ ചെറിയൊരു വൃത്തികേടുണ്ട് കാണുമ്പോഴേക്ക്. ഏതായാലും സംഭവം കിടുക്കനാണ്, ഒരു പ്രശ്നവും ഇല്ല. നമുക്കിപ്പോ ഉപയോഗിക്കാനൊക്കെ പറ്റും. ഞാൻ വെച്ച് കാണിച്ചു തരട്ടെ. ഇപ്പൊ അത് ഞാൻ മറന്നുപോയി, വെച്ച് കാണിച്ചു തരട്ടെ. നമ്മുടെ ചെരുപ്പൊക്കെ എടുത്ത് വെക്കുവാണ്. കുട്ടിയുടെ ചെരുപ്പ് മേലില്ല, ഏഡൂസിന്റെ ചെരുപ്പാണ് ഏറ്റവും മേലൊക്കെ. സൂപ്പർ ആയിട്ട് ചെരുപ്പുണ്ട്. ഇനി എന്തോരം ചെരുപ്പ് വേണമെങ്കിലും വെക്കാൻ കേട്ടോ. ഇതിനകത്തൊക്കെ ഒരെണ്ണം കൂടിയൊക്കെ വെക്കാൻ പറ്റും. അത്രയും ചെരുപ്പൊന്നും നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് ഇത്രയും ചെരുപ്പൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. ഇനി ഒരു കിടക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും see you.